അപ്പോൾ ആ നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂക്കിനകത്തുണ്ടോ, മൂക്കിനകത്ത് ദശകൾ എന്തെങ്കിലും ഉണ്ടോ, ചിലപ്പോൾ നമുക്ക് ബ്ലീഡിങ് വരുന്ന പോയിന്റ് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് പരിഹരിക്കാനും ശ്രമിക്കും. അതിനകത്ത് മൂക്കിൻ്റെ പുറകിൽ ദശയുണ്ടോ, മൂക്കിനകത്ത് ദശയുണ്ടോ, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ നേസൽ എൻഡോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നുള്ളത് ബ്ലഡിൽ വരുന്ന വ്യതിയാനങ്ങൾ. അപ്പോൾ നമ്മളതിന് ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. പിന്നെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ പ്രഷർ കൂടിയാൽ, ഇതിപ്പം പ്രഷറിന് മരുന്ന് കഴിക്കാത്ത ആൾക്കാരുണ്ടാവാം, ഒരു പക്ഷേ അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒക്കെ. അപ്പം പ്രഷർ കൂടുമ്പം മൂക്കുന്ന് ഞരമ്പ് പൊട്ടി ചോര വരാറുണ്ട്. ഹൈപ്പർടെൻസീവ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും. പിന്നെ ശക്തമായ ജലദോഷം, കഫക്കെട്ട്, ഇപ്പോൾ ചില വൈറൽ ഫീവേഴ്സ്, ഇതിനകത്തൊക്കെ വരുമ്പം നമുക്ക് ബ്ലഡിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ടും അല്ലാതെയും മൂക്കിൽ നിന്ന് ഞരമ്പ് പൊട്ടി ചോര വരാം. അപ്പം എന്താണ് കാരണം എന്നറിഞ്ഞിട്ടാണ് പലപ്പോഴും ഇതിനുള്ള ചികിത്സ. ഈ മൂക്കിൽ നിന്ന് ചോര വരിക എന്ന് പറഞ്ഞൊരു രോഗലക്ഷണം മാത്രമാണ്. അപ്പോൾ അത് ഇന്നൊരു ക്യാൻസർ കൊണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ കൊണ്ട് മാത്രം വരുന്ന ഒരു ഇതല്ല. വേറെ കുഴപ്പമില്ലാത്ത കാരണങ്ങളാണ് ഒരു 80% അതിനകത്ത് വരുന്നത്. അപ്പോൾ മൂക്കിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡായിട്ട് പറയുന്നത്, നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ അവിടെ നിൽക്കുക, അല്ല പുറത്തോ നിൽക്കുമ്പം ഒരാളുടെ മൂക്കിൽ നിന്ന് ചോര വരികയാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത് മൂക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതായത് ഈ മൂക്കിൻ്റെ എല്ലിൻ്റെ ഭാഗത്തല്ല, അതിൻ്റെ താഴെയുള്ള ഭാഗത്ത് പിൻ ചെയ്ത് പിടിക്കാൻ പറയും, നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട്. എന്നിട്ട് ഇച്ചിരി ഐസോ തണുത്ത വെള്ളമോ, ഐസൊക്കെ ആണെങ്കിൽ തുണിയിലോ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് മൂക്കിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. തണുത്ത വെള്ളം വെച്ചൊന്ന് മുഖം കഴുകി വായിൽ ഇച്ചിരി തണുത്ത വെള്ളം പിടിക്കുക. പിന്നെ എന്നിട്ടും മൂക്കിൽ പലപ്പോഴും പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് വായിക്കകത്തോട്ട് ബ്ലീഡിങ് വരാം. അപ്പോൾ ഒരു ബേസിനോ എന്തെങ്കിലും കൊടുത്ത് തലച്ചിരി കുനിച്ച് വെച്ച് വായിൽ വരുന്നത് തുപ്പിക്കളയാനും പറയാം. എന്ന് വെച്ചാൽ ഒന്ന് ഇത് വിഴുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിനൊരു ഇറിറ്റൻ്റാണ്, പിന്നെ ഛർദ്ദിക്കാൻ വരിക. അപ്പോൾ ഛർദ്ദിക്കുമ്പോൾ അതിൻ്റെ വോളിയം ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ കാണുന്നവർക്ക് കുറച്ചും കൂടെ പേടിയാവും. പിന്നെ വയറുവേദന, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പിന്നെ നമുക്ക് എന്തോരം ബ്ലീഡ് ചെയ്യുന്നുണ്ടെന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല വിഴുങ്ങി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ഐസ് വെച്ച് കൊടുത്ത് തണുത്ത വെള്ളം, ഒരുവിധം ബ്ലീഡിങ്ങുകളൊക്കെ കുറേ അതിൽ നിൽക്കും. ഇപ്പോൾ പ്രഷർ കൂടിയോ എന്ത് രീതി കൊണ്ടും മൂക്കിൽ നിന്ന് ചോര വന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എപ്പോഴും അതാണ് കേട്ടോ. തണുത്ത വെള്ളം വെച്ചിട്ടൊന്ന് ഇത് ചെയ്യുക, ഈ ഐസ് വെച്ച് കൊടുക്കുക, ആ ഏരിയയിലെല്ലാം ഒന്ന് പ്രസ് ചെയ്തും നന്നായിട്ട് പിടിച്ചു കൊടുക്കുക. വായിന്ന് വരുന്നത് ഒത്തിരി കാർപ്പിക്കുകയും ചീറ്റുകയും ചെയ്യരുത്. പലപ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെ ചോര വരുമ്പം നമ്മളൊരു തൂവാല എന്തെങ്കിലും എടുത്തിട്ട് പിന്നെയും ചീറ്റിക്കൊണ്ടിരിക്കും, ആ ചോര പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ ചീറ്റുമ്പോഴും മുറിവിൽ മാന്തുന്ന പോലെയാണ്, പിന്നെ അതിനകത്ത് നിന്ന് ചോര വരും. ഇപ്പം സാധാരണ ഒന്ന് ബ്ലീഡ് ചെയ്താൽ അതൊന്ന് ക്ലോട്ട് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അപ്പം നമ്മൾ ചീറ്റിക്കൊണ്ടിരിക്കുകയോ കാർപ്പിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് ചോര വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം രോഗിയെ ഒന്ന് സമാധാനപ്പെടുത്തി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഐസും വെച്ച് അധികം ചീറ്റുകയും കാർപ്പിക്കുകയും ചെയ്യാതെ, പിന്നെ ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ തീർച്ചയായും എന്തായാലും ഒന്ന് ആസ്പത്രിയിൽ വന്ന് ഡോക്ടറെ കാണേണ്ടി വരും, എന്ത് കാരണം കൊണ്ടാണെന്നാണെങ്കിലും. ബ്ലീഡിങ് പിന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. ഈ ബ്ലീഡിങ്ങും പല രീതിയിൽ വരാം. ചിലപ്പോൾ വളരെ ഇപ്പം ഒരു കഫത്തിലൊരു ചെറിയ രക്തമയം അത്രേ ചിലപ്പോൾ കാണുള്ളൂ. ചിലർക്ക് കുറച്ചും കൂടെ ഒരു 5-6 തുള്ളി പോകാം. ചിലർക്ക് വളരെ നന്നായിട്ട് ബ്ലീഡ് ചെയ്യാം, അത് കുറേ ബ്ലീഡ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളപ്പം രോഗി കുഴഞ്ഞു പോകാം ഒക്കെ. രോഗി കുഴയുന്നതിലും കൂടെ കാണുന്നവനാണ് കുഴഞ്ഞു പോകുന്നത് പലപ്പോഴും. അപ്പം ആ ഒരു സമാധാനപ്പെടുത്തി അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്ന്, എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി രക്തം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചികിത്സാ രീതികളിലും വ്യത്യാസമാണ് അതിനകത്ത്. അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യമേ നോക്കുന്നത് രോഗിക്ക് എല്ലാം സ്റ്റേബിളാണോ, പൾസും ബി പി ഒക്കെ കുഴപ്പമുണ്ടോ, നമുക്കൊരു ഡ്രിപ്പ് ഇടാനോ. അപ്പം നമ്മളൊരു IV ലൈൻ ആക്സസ് എന്ന് പറയും, കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ബാക്കിയൊക്കെ ആണെങ്കിൽ നമ്മൾ സമാധാനപരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ആശുപത്രിയിൽ വന്ന ശേഷമാണെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കയ്യോ കാലോ എന്നുള്ള മുറിഞ്ഞ് ചോര വരികയാണെങ്കിൽ നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും തുണി എന്തെങ്കിലും വലിച്ചു കെട്ടി അത് ഞെക്കിപ്പിടിച്ച് ആ ചോര നിർത്താൻ നോക്കുക. നമുക്ക് മൂക്കിലാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത്, ഇപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് രോഗി കാര്യമായ ബ്ലീഡിംഗ് ആയിട്ട് വരികയാണെങ്കിൽ മൂക്കിൽ മരുന്ന് വെച്ച് അത് പാക്ക് ചെയ്യും. അതിനകത്ത് ഭയങ്കര ബ്ലീഡിംഗ് ആണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് നോക്കി അത് കരിക്കാൻ പറ്റുന്ന ബ്ലീഡിംഗ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ നേസൽ എൻഡോസ്കോപ്പി നോക്കി ചെയ്യും. അതല്ല ഭയങ്കര ബ്ലീഡിംഗ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ ബ്ലീഡിംഗ് നിർത്താനുള്ള ചികിത്സയാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. അപ്പോൾ അത് പല രീതിയിലാവാം. പലപ്പോഴും മിക്കവാറും ഒത്തിരി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും അഡ്മിറ്റ് ചെയ്യുകയും ബാക്കി ചികിത്സാ രീതികളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചികിത്സിക്കേണ്ടി വരും. ഇപ്പോൾ ചിലപ്പോൾ മൂക്കിൽ ദശയാവാം, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇതിൻ്റെ കുറവ് കൊണ്ട്, ഇപ്പോൾ ഇത് സിറോസിസോ അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സൊക്കെ എടുക്കുന്നതാണെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സ. അപ്പോൾ നമ്മൾ കാരണം അറിഞ്ഞിട്ടുള്ള ചികിത്സയാണ് പലപ്പോഴും ഇതിനകത്ത്. പക്ഷേ ഇതിനകത്തൊക്കെ ഇതൊരു 10% ഇങ്ങനത്തെ പ്രശ്നം കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടൊരു ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരാറുള്ളൂ. ബാക്കിയെല്ലാം ഒരുപക്ഷെ തനിയെ നിൽക്കുന്നതോ അല്ലെങ്കിൽ തനിയെ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന മൂക്കുന്നുള്ള ബ്ലീഡിങ്ങുകളാണ്.